everyone, welcome back to Happy Homes by Akhila. ചില പൂന്തോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അത്തരത്തിലുള്ള ഒരു പൂന്തോട്ടമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. പൂക്കളും പക്ഷികളും മീൻകുളവും ഒക്കെയുള്ള ഒരു ചെറിയ പൂന്തോട്ടം. ചെറിയ പൂന്തോട്ടമാണെങ്കിലും ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണിത്. ഇതൊരു വീടിൻ്റെ പൂന്തോട്ടമല്ല, വിശാലമായ ഒരു പള്ളിമുറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗിയാർന്ന വിഷ്വൽസിലേക്കും ഇതെങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, ഏകദേശം ഒരു 1.5 വർഷം കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മാറ്റിയെടുത്തത്. അപ്പോൾ നമുക്കും നമ്മുടെ വീടുകളിലൊക്കെ പുതിയ പൂന്തോട്ടം ക്രിയേറ്റ് ചെയ്യുന്നവരും അതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനും ഈ പൂന്തോട്ടത്തിൽ നിന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കും ഇതെവിടെയാണുള്ളത്, ഇതെങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത്, ഇതിൻ്റെ നോട്ടം പരിപാലന രീതികളിലെ പറ്റിയൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. തൊടുപുഴ കലൂരുള്ള സെൻറ്റ് ജോൺസ് പള്ളിമുറ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കലോർക്കാട് പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊറോണ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം ഈ പള്ളി വികാരിയായ ഫാദർ മാത്യു മാളിയേക്കൽ തുടങ്ങി വെച്ച മാറ്റമാണ് ഈ പള്ളിയുടെ മുറ്റവും പരിസരവും. മനഃശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ഇടവും ഭംഗിയും വൃത്തിയുമുള്ളതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വൈദികന്റെ സ്വപ്നങ്ങളാണ് ഇന്ന് കാണുന്നത്. നിരയൊത്ത് വെട്ടി നിർത്തിയിരിക്കുന്ന പച്ച പുൽത്തകിടിയും കോളാമ്പി പൂക്കളും ബൊഗേൻവില്ല പൂക്കളുമൊക്കെ ഈ മുറ്റത്തിന് കൂടുതൽ അലങ്കാരമാണ്. പള്ളിയുടെ ഒരു വശത്തായി അധികം വെയിൽ വേണ്ടാത്ത കുറച്ച് ചെടികളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പള്ളിമുറിയോട് ചേർന്നാണ് ഒരു പുൽത്തകിടിയും പക്ഷിക്കൂടും മീൻ വളർത്തുന്ന കുളവുമൊക്കെ ഉള്ളത്. ഈ പുൽത്തകിടിക്ക് 4 വശത്തുമായിട്ട് ചെറിയൊരു ഓട പോലെയാണ് നമുക്ക് ഈ മീൻകുളം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മീൻകുളത്തിൽ കുറച്ച് വളർത്തു മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും ആമയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തേക്കും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഇത് കാണിക്കണം എന്ന് വിചാരിച്ചത്. അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഇവിടുത്തെ വികാരിയച്ഛനാണ് കാരണക്കാരൻ. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ വികാരി അച്ഛനിൽ നിന്ന് തന്നെ അറിയാം. അച്ഛനെ ഈ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെറിയൊരു പൂന്തോട്ടം സെറ്റ് ചെയ്യാറുണ്ടോ? വളരെ തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം, തിരക്കുള്ളിടത്ത് അത്രയും ചെയ്യാറില്ല. ഇതിൽ ചെടികളോടുള്ള ഇഷ്ടമാണോ, മീനുണ്ട്, പക്ഷികളുണ്ട്, ഏതാ കൂടുതൽ ഇഷ്ടം? എല്ലാത്തിനോടും ഇഷ്ടം ഉണ്ട്. ചെടികളോട് കൂടുതലുണ്ട്. പക്ഷികളൊക്കെ ഒരു നിമിത്തമായിട്ട് വന്ന് ചേർന്നതാണ്.
എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് സാധാരണ പൂന്തോട്ടങ്ങളുണ്ട്, ചെടികളുമുണ്ട്, പക്ഷേ ഇതിൻ്റെ ചുറ്റുവട്ടം കൊടുത്തിരിക്കുന്ന ഈ മീൻകുളമാണ് ഇതിനെ ഒരു വ്യത്യസ്തത ആക്കുന്നത്. ഇതുപോലെ ശരിക്കും ഞാൻ ആദ്യം കേട്ടപ്പോൾ ഇത് തുടങ്ങിയെന്ന് ഞാൻ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിനിങ്ങനെ ഈ വെയിലത്ത് ഈ മീനുകൾ ജീവിക്കുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് എല്ലാം നിൽക്കുന്നു. അതുപോലെ ഈ വെള്ളമാണെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ല വളമാണ് നമുക്ക് ഈ ചെടികൾക്ക്. അപ്പോൾ അത് വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മളത് ചെടിച്ചട്ടിയിലും ചെടിയിലുപ്പിലൊക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ അതെങ്ങനെയാണ് വന്നതെന്നൊന്ന് പറയാമോ? അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവിടെ ടോയ്ലറ്റ് പണിതുകൊണ്ട സമയത്ത് ഒത്തിരി ഇഷ്ടികകളൊക്കെ ബാക്കി വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ മോശമായിട്ട് കിടക്കുകയായിരുന്നു, നന്നാക്കിയേ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഈ പഴയ ഇഷ്ടികയെല്ലാം കൂടെ വെച്ച് അങ്ങോട്ട് പണിയുവാണെങ്കിൽ ആ ഇഷ്ടികയെ നമുക്ക് കൊണ്ടുപോയി കളയേണ്ട ആവശ്യമില്ല, സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ തോന്നി, അങ്ങനെ ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആ പഴയ ഇഷ്ടികകളാണ്. അടിയിൽ ഇഷ്ടികകളില്ല, അടിയിൽ നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ടു. പഴയ ആ ഇഷ്ടികൾ സൈഡ് കെട്ടിയേക്കണതെല്ലാം പഴയ ഇഷ്ടിക വെച്ച് കെട്ടി. അപ്പോൾ നമുക്ക് വലിയ ചിലവുണ്ടായില്ല, പഴയതുണ്ടായിരുന്നുണ്ട്. ഇത്രയും വീതി കുറഞ്ഞൊരു ഏരിയ ആയിരിക്കുമ്പോഴേ ഇങ്ങനെ മീനുകളൊക്കെ അത് ഓക്കെ ആയിരിക്കും എന്നൊരു വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. കാരണം മീനുകൾ നമ്മൾ വളർത്തുന്നതനുസരിച്ച് വളർന്നോളും. അപ്പം അതിനുള്ള സൗകര്യം കൊടുത്താൽ മതി. ഇതാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ നടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ കുളമാണെങ്കിൽ കുളത്തിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന് ഓടാൻ സൗകര്യമില്ല. ഇത് ദൂരം എവിടെയെങ്കിലും കടലിൽ കിടക്കുന്ന പോലെയാണ്. അപ്പോൾ വെയിൽ വരുന്നതനുസരിച്ച് അതുങ്ങൾക്ക് സ്ഥലമുണ്ട്. പിന്നെ മാറി മാറി തണലത്ത് മാറി നിൽക്കാൻ പറ്റും. വെള്ളം ചൂടാകുന്ന ആദ്യം ഓർത്തെങ്കിലും വെള്ളം ചൂടാകുന്നില്ല, വലിയ പ്രശ്നങ്ങളില്ല. ഇതിൽ ഈ ചെടികളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന്, എവിടെ നിന്ന് സംഘടിപ്പിച്ചെടുത്തു? ചെടികൾ പൈസ കൊടുത്ത് മേടിച്ചതൊക്കെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം വീടുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഓരോ നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള കുടുംബാംഗങ്ങളെ കൊണ്ട് തന്നിട്ടുണ്ട്. അവരുടെക്ക് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, അവർ കൊണ്ടുവന്ന് തരും. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കുറേ എൻ്റെ അനിയന്മാരുടെ മക്കളൊക്കെ കുറേയൊക്കെ ചെടികളോട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ കുറേ പിടിപ്പിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പലരും പിടിപ്പിച്ചുകൊണ്ട് തന്നതാണ്. അച്ഛൻ്റെ വീട്ടിൽ ചെടികളൊക്കെ ഒത്തിരി കുറേ ഉണ്ട്. പേരൻസിനൊക്കെ താല്പര്യമുള്ളവരായിരുന്നു. പേരൻസിന് താല്പര്യം. ഞങ്ങൾ ചെറുപ്പം മുതലേ ചെടി വല്ലതൊന്ന് കണ്ടാൽ ഒന്ന് കുടിച്ചിരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നോക്കുന്ന സ്വഭാവം വളരെ കുറവായിരുന്നു. ഇപ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ ഞങ്ങൾ നോക്കി തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ആണെങ്കിലും ഇവിടെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുള്ള ഇവിടെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് മത്തായി ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സൗകര്യക്കാരന്മാർ സഹായിക്കും. അപ്പോൾ എല്ലാവരും സഹായിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം എനിക്ക് കുറച്ചൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം വൈകുന്നേരം ഇപ്പോൾ ആളുകൾ ഒത്തിരി വരാൻ തുടങ്ങിയതോടുകൂടി ചില തിരക്കായി. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും വൈകുന്നേരമൊക്കെ തന്നെ നനയ്ക്കവും അത്യാവശ്യ ചെടികൾ നടുവും നോക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഏതാ അച്ഛന്? അത് ചോദിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ചെടിയെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തൂങ്ങിക്കിടക്കുന്ന ഈ മഞ്ഞ നിറത്തിലുള്ളതും പിന്നെ അവിടെ സെൻറ്ററിൽ നിൽക്കുന്ന ചുമന്ന ലാവൻഡർ, അതെ, ഇത് എവിടുന്ന? ഇത് ഈ ഇടവക്കാരൻ ഒരാ ചേട്ടൻ പിടിപ്പിച്ചുകൊണ്ട് തന്നതാണ്. ഞാനവിടെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ കണ്ടു. കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പിടിപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. പിടിപ്പിച്ച് തന്നു. അതനുസരിച്ച് ഇത് വെയിലിനെ പ്രതിരോധിക്കാൻ അത്ര എളുപ്പമല്ല. ഭയങ്കര ചൂടുണ്ട് ഇവിടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് വന്നേനെ. അത് കുറേ നാളിങ്ങനെ പൂത്ത് കിടക്കും. കുറേ നാൾ പൂത്ത് കിടക്കും. വിരിഞ്ഞ് വരാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അത് കുറേ കാലത്തേക്ക് ഉണ്ടാവും. മറ്റേ ചുവന്ന പൂവ് അത് ലാവൻഡർ എന്നാണ് മേടിച്ച സ്ഥലത്ത് പറഞ്ഞത്. അത് എൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൽ നിറയെ തേനീച്ചകളൊക്കെ വന്നിരിക്കും. ഉണ്ട്, തേനീച്ചകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് അതും കാണാൻ. പിന്നെ ഈ ബൊഗെയിൻവില്ലകൾ എല്ലാത്തിലും നിറച്ച് പൂവുണ്ടല്ലോ. അത് എല്ലാം പലയിടത്തുനിന്ന് വീടുകളിൽ നിന്ന് സംഘടിപ്പിച്ച ബൊഗെയിൻവില്ലകളാണ്. അത് കുറച്ച് സംഘടിപ്പിച്ച് ബാക്കി അതിൻ്റെ അതിൻ്റെ ശേഖരങ്ങൾ നമ്മൾ പ്രൂൺ ചെയ്തപ്പോൾ എടുത്ത് കുഴിച്ചിട്ട് വളർത്തിയെടുത്തതാണ്. അല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്നൊന്നും നഴ്സറിയിൽ നിന്ന് 2-3 വാങ്ങിച്ചു. നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ പോലെ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം മഴ കൂടുതലായതുകൊണ്ട് ഒത്തിരി അങ്ങനെ ഇതൊന്നുമില്ല. ഈ വർഷം കുറച്ച് മഴയില്ലാത്തതുകൊണ്ട് കുറേ നിൽക്കുന്നുണ്ട്. ഇതിൽ വളം ചെയ്യേണ്ട രീതികളൊക്കെ എങ്ങനെയാണ്? വളം ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഞാൻ ഇവിടെ അതും നമുക്ക് ചിലവില്ലാതെ ഈ ഇടവകയിൽ നിന്ന്
അവർ ഈ ഇത് അതിൻ്റെ സ്ലറി കൊണ്ടുവരും, ചാണകത്തിൻ്റെ ഈ ഗ്യാസ് ഉള്ളവർ ആ സ്ലറി കൊണ്ട് തരും. ഞാനത് ഇത് ലൂസ് ചെയ്ത് ഒഴിക്കാറുണ്ട്. പിന്നെ ഈ കടലപ്പിണ്ണാക്ക് കുതിർത്തി അതിൻ്റെ വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ 19 18 ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പം നല്ല ചൂടുള്ള സമയത്തല്ലേ, അപ്പം വെള്ളം ഒഴിക്കുന്ന നന എങ്ങനെയാ? 2 നേരവും 2 നേരവും നനയ്ക്കുന്നുണ്ട്. 2 നേരവും നനച്ചില്ലെങ്കിൽ ചെടിച്ചട്ടിയിലെ പ്രശ്നമാണ്. എന്നാലും വെയിലിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് വെയിൽ ശരിക്കും ആടിപ്പോവും, കാരണം ഭയങ്കര വെയിലാണ് പോകും. കാരണം ഇപ്പം 3 മാസമായി മഴ പെയ്തിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ചെടികൾ കാണാനുണ്ട്. ഈ മീനിന്റെ വെള്ളമാണെങ്കിലും നമ്മൾ ഫലപ്രദമായിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടപ്പെടുത്തി കളയേണ്ട വെള്ളം നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല. അത് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കുക. എനിക്കതാ ഒരു പുതിയതായിട്ട് ഗാർഡൻ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു മീൻ ആഗ്രഹമുള്ളവർക്ക് മീൻകുളവും ഉണ്ട്, ഒപ്പം ഗാർഡനും കൂടെ ഒരുമിച്ചങ്ങ് കൊണ്ടുപോകാമല്ലോ. മീൻ വളർത്തുന്നേ ഉള്ളൂ, പിടിച്ച് തിന്നുന്നില്ല കേട്ടോ. ഇവിടെ വേറൊരു മീൻകുളം കൂടെ ഒരെണ്ണോടെ ഉണ്ട്, അതിനകത്ത് പിടിക്കും. അത് അത്യാവശ്യം ഞാൻ ഈ വളർത്തുന്നതായതുകൊണ്ട് ഞാനതിന് ഉപയോഗിക്കാറില്ല. ചോദ്യം, അച്ഛൻ ഇപ്പം ഇതെല്ലാം ഇങ്ങനെയൊക്കെ സെറ്റൊക്കെ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നാളെ ഒരു അടുത്ത വർഷം ഇങ്ങനെ വല്ല സ്ഥലം മാറ്റം ഉണ്ടായി ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ശരിക്കും ഒരു വിഷമാവില്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഉള്ളവരോട് പറയും എൻ്റെ ആ ഓരോന്ന് ചെടികളൊക്കെ കൊണ്ട് തരാൻ പറയും. നേരെ അവർ കൊണ്ടുവരുമ്പോൾ അവിടെ ഇതുപോലെ ഉണ്ടാക്കും. അത് തന്നെ ഇത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഈ ക്രോട്ടൻസൊക്കെ അവർ കോതമംഗലം കത്തീഡ്രലിൽ നിന്നാർന്ന് ഈ ക്രോട്ടൻസിൻ്റെ ഒരു നല്ല ഭാവവും അവിടുത്തെ കപ്പ്യാരെല്ലാം വളരെ ഭംഗിയായിട്ട് ശരിയാക്കി തന്നു, മുളപ്പിച്ച് തന്നു. അതിന് മുമ്പ് ഞാൻ ബിഷപ്പ് ഹൗസിലായിരുന്നപ്പോൾ നമ്മുടെ വൈദിക മന്ദിരത്തിൽ ഇങ്ങനെ പിടിപ്പിക്കുമായിരുന്നു. അവിടുത്തെ ആ സിസ്റ്റേഴ്സ് അവരെല്ലാം വളരെ ഭംഗിയായിട്ട് എനിക്ക് മുളപ്പിച്ച് തന്നു. അതുകൊണ്ട് പിന്നെ അത് കൊണ്ടുവന്ന് വളർത്തിയെടുക്കാൻ എളുപ്പമായി. ഇതുപോലെ നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് ഇതിന് മുമ്പുള്ള ഇരുന്ന ഏതെങ്കിലും പള്ളികൾ അച്ഛനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ പള്ളികളിലും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈറേഞ്ചിലായിരുന്നപ്പോൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ സൗകര്യങ്ങൾ നോക്കണല്ലോ. പല സ്ഥലത്തും സൗകര്യങ്ങളില്ല, പല പള്ളിയിലും. കോതമംഗലത്തുണ്ടായിരുന്നില്ല, അവിടെ ചെടികളൊക്കെ ഉള്ളൂ. അപ്പോൾ വാഴക്കുളത്താണേലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ കാളിയാറിൽ കുറേയൊക്കെ ചെയ്തു, കലയിനായാലും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം ഉണ്ടാവണമെന്ന് നിർബന്ധമല്ല, ഇപ്പോൾ അന്ന് ചെയ്തിരുന്നു. ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ കുറച്ചുകൂടെ നല്ല പൂക്കളും നിറവും അവിടെ അപ്പോൾ എനിക്ക് ഒത്തിരി വെറൈറ്റി റോസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം അത് നമുക്ക് ഒത്തിരി ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും നല്ല പൂക്കളുണ്ടാകുമായിരുന്നു. ഇപ്പോൾ പള്ളിയിലൊക്കെ വയ്ക്കാനായിട്ട് ആ പൂക്കൾ ഉപയോഗിക്കുമായിരുന്നു. അന്ന് നമുക്ക് കടകളിൽ നിന്ന് പൂക്കൾ കിട്ടുന്ന കാലഘട്ടമല്ല. അത് തന്നെയല്ല, അറേഞ്ച് പൂക്കളുടെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നല്ലതായിരുന്നു അത്. ഇതൊന്നും ബന്ധമില്ലാത്തൊരു കാര്യം ചോദിക്കട്ടെ. ഈ പള്ളിയുടെ അകത്ത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന പൂക്കൾ വെക്കുന്നവരുണ്ട്, നമ്മുടെ പള്ളിയിലുള്ള പൂക്കൾ വെക്കുന്നവരുണ്ട്. അച്ഛൻ ഏതിനോടാ കൂടുതൽ യോജിക്കുന്നത്? എനിക്ക് താല്പര്യം നമ്മൾക്ക് ഉണ്ടാകുന്ന പൂക്കൾ വയ്ക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഫ്രഷായിട്ട് അത് ഈ കടകളിൽ നിന്ന് മേടിക്കുന്നതിലും നല്ലത് ഇതുപോലെ നമുക്ക് വളർത്തിയെടുത്താൽ ഇഷ്ടം പോലെ വയ്ക്കാൻ പറ്റും. അതാണ് മടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ. അതെ അതെ അതെ, സാധാരണ മടങ്ങളിൽ നിന്ന് അവർ പള്ളിയെ കൊണ്ട് വയ്ക്കാറുണ്ട്, അവർ വളർത്തിയിട്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ അവിടെ കുറേയൊക്കെ നമ്മൾ ഈ ഫ്രഷായിട്ടുള്ള പൂക്കൾ ഇവിടുത്തെ വിൽക്കാറുണ്ട്. പിന്നെ അതുപോലെ മൊസാണ്ടയുടെ 3 ഇനങ്ങൾ അവിടെ കണ്ടേ, ഇതൊക്കെ ആരെങ്കിലും കൊണ്ട് തന്ന് അങ്ങനെ വന്ന? മൊസാണ്ട 3 എണ്ണവും ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അനിയൻ മേടിച്ച് തന്നതാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അവർ അവിടെ ഏതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് തന്നതാണ്. അത് സാധാ ഇപ്പം ആരും മൊസാണ്ട വെക്കത്തില്ലല്ലോ. ഇത് 3 കളേഴ്സ് ഇങ്ങനെ അടുപ്പിച്ചിരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അതെ അതെ അതെ, മൊസാണ്ട നല്ല, കാരണം ഒത്തിരി ശുശ്രൂഷ വേണ്ട, എപ്പോഴും നല്ല ഗ്രീൻ പോലെ നിന്നോളൂ, ഭംഗിയുണ്ട്. അധികം വെള്ളവും വേണ്ട. വെള്ളവും വേണ്ട. പിന്നെ ഇപ്പം പുതിയതായിട്ട് ഗാർഡനൊക്കെ വെക്കാൻ ഇതുപോലെ ഇതൊക്കെ കണ്ടിട്ടൊരു ഐഡിയ തോന്നുന്നവരോട് എന്തെങ്കിലും? നല്ലതാണ്, കാരണം മനസ്സിനൊരു സുഖമുണ്ട്. നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതും നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് ഓടിക്കൊള്ളും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിനൊരു തൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ. മറ്റു കാര്യങ്ങളിലെല്ലാം ഒന്ന് മാറിയിട്ട് നമുക്ക് ഒന്ന് മനസ്സിനെ ഫ്രഷാക്കാനായിട്ട് ഇതുപോലുള്ള ഗാർഡനിങ് സഹായിക്കും. എല്ലാ വീട്ടിലും ഒരു ചെറിയ ഗാർഡൻ. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന അത് വീടുകളിലൊക്കെ ചെടികൾ നടാനായിട്ടും കുട്ടികളോട് ഞാൻ പറയാറുണ്ട്.
അച്ഛൻ ഇവിടുത്തെ വേദാർത്ഥത്തിന് വരുന്ന പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെടി മണ്ണുമായിട്ടും ഒക്കെ ഇടപഴകി പോകത്തക്ക രീതിയിൽ പിള്ളേരോട് ഞാൻ പലപ്പോഴും ഇവരോട് പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ ഈ കുട്ടികളൊക്കെ എന്തുമാത്രം അത് സ്വീകരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു പഴം പുരാണം പോലെ അവരത് കേട്ട് പോവുകയുള്ളൂ. പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്ഥലത്തില്ലേ നമ്മളൊരു പോസിറ്റീവ് എനർജി ആ ഏരിയക്ക് തന്നെ കൊടുക്കും. അതാണ് ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതിന് മുമ്പും ഞാൻ കല്യാണം കഴിച്ച പള്ളിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇത് അത്ര മോശമൊന്നും അല്ലായിരുന്നു. എന്നാലും ഒരു ആളുടെ പ്രസൻസ് വരുമ്പോൾ എത്രത്തോളം ആ ഏരിയ തന്നെ മാറും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് കയറി വരുമ്പോൾ ഒരു 3 എൻട്രൻസിനും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ വെയിലുണ്ട്, ചൂടുണ്ട്, മഴയുണ്ട്, അതെല്ലാം ഉണ്ട്. എന്നാലും നല്ലതായിട്ട് ഇനിയും കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ അച്ഛന് കുറച്ചുകൂടെ വർഷങ്ങളൊക്കെ വിളിക്കട്ടെ. ഞാൻ ഓർക്കാറുണ്ട്, നമ്മളൊക്കെ മനുഷ്യര് പള്ളിയിൽ വരുന്നത് അവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ കർത്താവിൻ്റെ മുമ്പിലും സമർപ്പിക്കാനാണ്. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ച് വേദനിച്ച് വരുമ്പോൾ ഇവിടെ മോശമായിട്ട് കിടന്നാൽ ഇച്ചിരിയുടെ വിഷമവും വേദനയും കൂടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കിടന്നാൽ അവർക്ക് ഒത്തിരി ആശ്വാസവും കിട്ടും. അങ്ങനെ ഒരു മനസ്സിനൊരു മനോഭാവം ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പള്ളി പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി ഇടാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും അത് പൂർണ്ണമാകണമെന്നില്ല, എങ്കിലും കഴിയുന്നതും ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കാൻ പറ്റുമോ? ഈ ലവ് ബേർഡ്സ് ഇത് അച്ഛൻ വാങ്ങിച്ചതാണോ അതെയോ? ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അത് ഒന്ന് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കുട്ടികൾ തന്നവരാണെന്നും അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഇടവയിലുള്ള ഒരു കുട്ടി എനിക്കിന്ന് 3-4 തന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചതാണ്. അതെ, കൊച്ചിന് വളരെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അച്ഛന് ഒരുപാട് നന്ദി കേട്ടോ. ഞങ്ങൾക്ക് താങ്ക് യു വെരി മച്ച്. സ്പെൻഡ് ചെയ്തതിനും ഇതിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരിക ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ. അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഗാർഡൻ ഒക്കെ നോക്കുന്ന മത്തായി ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്തൊന്നും കൂടെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഈ ചെടികളൊക്കെ നനച്ചു തീരാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? ഏകദേശം ഒരു ഞാനിവിടെ 4 മണിക്ക് തുടങ്ങും. മൊത്തം രാവിലെ അല്ല, രാവിലെ തുടങ്ങിയ ഒരു 9 മണിക്ക് തുടങ്ങിയ ഒരു 11 മണി വരെ ഒരു നനയുണ്ട്. അത് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 4 മുതൽ ഒരു 6:30 വരെ ഉണ്ട്. കാരണം നമ്മുടെ ഈ പൂച്ചെടി നനയ്ക്കണം, പുല്ല് നനയ്ക്കണം, അതിനിടയ്ക്ക് ഇലഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നനയ്ക്കാനുണ്ട്. ഇതിന്റെ പുല്ല് പറിക്കുന്നതും അല്ല ഞാൻ തന്നെ. വളമല്ല അച്ഛൻ പറഞ്ഞു തരും. അതിൻ്റെ കളപറി, അതിൻ്റെ വളം പിന്നെ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഈ ചാണകനീര് കൊണ്ടുവന്ന് കലക്കി ഒഴിക്കും. ചാണകനീര് ഈ ചെടികൾക്ക് രാസവളം തൊടിയിക്കില്ല. ചാണകനീര് ഒഴിക്കും. പിന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് അത് പുളിപ്പിച്ച് ഒരു 10-15 ദിവസം കഴിയുമ്പോഴാണ് അത് തെളിനീര ഒഴിക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു തവണ. അതിപ്പോൾ ഒഴിച്ചിട്ട് 1 മാസത്തോളമായി. പിന്നെ ഈ പൂങ്കുളത്തിലെ വെള്ളമൊക്കെ മാറ്റുന്നത് അത് ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ച ദിവസം മാറ്റും. അതെല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി പുതിയ വെള്ളം അതിലേക്ക് ശേഖരിക്കും. ഈ മീനുകളൊന്നും പിടിക്കത്തൊന്നുമില്ല. മീനെ പിടിച്ചു മാറ്റില്ല. അതിന് നെറ്റ് വലയുണ്ട്. നെറ്റ് വല ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ബാക്കി ഇവിടെ ഒരു വാൽവുണ്ട്. അത് തുറന്ന് ഈ ഒഴിക്ക് താഴേക്ക് വിടുന്ന വെള്ളം നമ്മുടെ പറമ്പിലേക്ക് അതെ ഇല്ല. മറ്റു ചേമ്പല പ്രധാനപ്പെട്ട ഇല കൊടുക്കുന്നു. ചേമ്പല പിന്നെ മീൻ തീറ്റയുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. അതെ, സന്തോഷമാണോ? എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ഈ അച്ഛൻ വന്നപ്പോഴാണ് ഇത്ര ഭാഗങ്ങളെല്ലാം ക്ലിയറാക്കിയത്. പൂന്തോട്ടം ഉണ്ടാക്കി, സൈഡ് ലൈറ്റുകൾ പിടിപ്പിച്ചു. അച്ഛൻ ചോദിക്കും, ആ ചെടികൾ ആ വീട്ടുകാർ കൊടുക്കും. അങ്ങനെ നട്ടുപിടിപ്പിച്ചത്. 1.5 വർഷം കൊണ്ടാണ് ഈ പള്ളിയും പരിസരവും ഇത്രയേറെ മാറിയത്. ചില പോസിറ്റീവായ ആൾക്കാരുടെ സാന്നിധ്യം എത്രത്തോളം ഒരു പരിസരത്തെ തന്നെ മാറ്റിമറിക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പള്ളിമുറ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഇതുപോലുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഒക്കെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അന്ന് ഞാൻ കണ്ടത്, അന്ന് ആമ എൻ്റെ നമ്മുടെ ക്യാമറ കടിച്ചു കഴിഞ്ഞിട്ട് വരുന്നു.